നമ്മൾ അഡീഷൻ കംപ്ലീറ്റ് ചെയ്തില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? അഡീഷൻ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇല്ല അല്ലേ? വേർഡ് പ്രോബ്ലംസും ചെയ്തു, ഫ്രെയിമിംഗ് വേർഡ് പ്രോബ്ലംസും ചെയ്തു. എന്താ ഡൗട്ട്? ഒരു മിനിറ്റ്, രണ്ടുപേരും കൂടി വന്നിട്ടുണ്ടേ. ഓക്കെ, നമുക്കിന്ന് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. Our third chapter, subtraction. എന്താ ചാപ്റ്റർ ഹെഡിങ്? സബ്ട്രാക്ഷൻ. പേജ് നമ്പർ 88. അപ്പോൾ എന്താ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാല്? ഡു യു നോ വാട്ട് ഈസ് സബ്ട്രാക്ഷൻ? കുറയ്ക്കുക. കേട്ടിട്ടില്ലേ? കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞു തരാനൊന്നുമില്ല. നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്നുണ്ട്. സബ്ട്രാക്ഷൻ എന്താണ്, എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നതെന്നൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചതല്ലേ അല്ലേ? അപ്പൊ എന്താ സബ്ട്രാക്ഷൻ? എന്താ സബ്ട്രാക്ഷൻ? Subtraction is taking away of some objects from a given collection of objects and counting the remaining objects of the collection. പലതും മനസ്സിലായോ? പലതും മനസ്സിലായോ? നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് തന്നെ മിസ് വായിച്ചത്. ടെക്സ്റ്റിൽ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന പേജിൽ കണ്ട ഒരു സെന്റൻസ്, സബ്ട്രാക്ഷൻ ഈസ് ടേക്കിംഗ് അവേ ഓഫ് സം ഒബ്ജെക്ട്സ് ഫ്രം എ ഗിവൻ കളക്ഷൻ ഓഫ് ഒബ്ജെക്ട്സ് ആൻഡ് കൗണ്ടിങ് the remaining objects of the collection. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും ആവട്ടെ, എനിത്തിങ്, അതിൽ നിന്ന് നമ്മൾ കുറച്ചങ്ങ് മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ കയ്യിലുള്ള ഒബ്ജെക്ട്സ്, ബാക്കി നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൗണ്ട് ചെയ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. That process is called subtraction. Given things, given collection of objects il ninnu some objects nammal taking away maati vechadinu shesham remaining objects count cheythu എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം എന്താ? നമ്മുടെ കയ്യിൽ ഇത്ര ചോക്ലേറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 5 ചോക്ലേറ്റ്സ് ഉണ്ട്. നമ്മുടെ ചേട്ടനോ ചേച്ചിയോ ആരാന്ന് വെച്ചാൽ നമുക്ക് ഒരു 3 ചോക്ലേറ്റ്സും കൂടി തന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ടോട്ടൽ 5 + 3 8 ചോക്ലേറ്റ്സ് ഉണ്ട്. ദിസ് ഈസ് അഡിഷൻ. നമ്മുടെ കയ്യിലുള്ളതിനോട് കുറച്ചും കൂടി കൂട്ടി വെക്കുന്നു, കുറച്ചും കൂടി ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് അഡിഷൻ. ഇനി നിങ്ങളുടെ കയ്യിൽ 10 ചോക്ലേറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ 10 ചോക്ലേറ്റ്സ് ഉണ്ട്. ആ 10 ചോക്ലേറ്റ്സ് നിന്ന് ഒരു 4 ചോക്ലേറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ അനിയനോ അനിയത്തിക്കോ ആർക്കാന്ന് വെച്ചാൽ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ബാക്കി നിങ്ങളുടെ കയ്യിൽ എത്ര ചോക്ലേറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾ എണ്ണി നോക്കിയാൽ 4 ചോക്ലേറ്റ്സ് കൊടുത്താൽ ബാക്കി എത്ര ഉണ്ടാവും? 6 ചോക്ലേറ്റ്സ് അല്ലേ? 6 ചോക്ലേറ്റ്സ് ഉണ്ടാവും. That is subtraction. Means നമ്മുടെ കയ്യിലുള്ള 10 ചോക്ലേറ്റ്സിൽ നിന്ന് 4 ചോക്ലേറ്റ്സ് നമ്മൾ സിസ്റ്ററിനോ ബ്രദറിനോ കൊടുത്താൽ ബാക്കി നമ്മുടെ കയ്യിലുള്ള ചോക്ലേറ്റ്സിന്റെ എണ്ണം 6 ആയിരിക്കും. ഈ കണ്ടുപിടിക്കുന്ന പ്രോസസ് ആണ് സബ്ട്രാക്ഷൻ. സിമ്പിൾ ആയിട്ട് കൊടുത്തതാണ് അവിടെയുള്ള സെന്റൻസ്. സബ്ട്രാക്ഷൻ ഈസ് ടേക്കിംഗ് അവേ ഓഫ് സം ഒബ്ജെക്ട്സ് ഫ്രം എ ഗിവൺ കളക്ഷൻ ഓഫ് ഒബ്ജെക്ട്സ് and counting the remaining objects of the collection. കുറച്ച് സാധനങ്ങളുടെ ഒരു കൂട്ടത്തിൽ നിന്ന് കുറച്ചെണ്ണം മാറ്റി വെച്ചാൽ ബാക്കിയുള്ളതിനെ കൗണ്ട് ചെയ്യുന്ന പ്രോസസ് ആണ് സബ്ട്രാക്ഷൻ. ഓക്കെ? ഓക്കെ, അപ്പൊ നമ്മൾ
സബ്ട്രാക്ഷൻ എങ്ങനെ ചെയ്യാനാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് നോക്കാം. സബ്ട്രാക്ഷൻ ആസ് ബാക്ക്വേർഡ് കൗണ്ടിങ്. അഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് വേർഡ് മുമ്പിലേക്ക് കൗണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ അഡീഷൻ എന്ന് പറയുന്നത്, അല്ലേ? സെയിം വേ ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ഇല്ല. എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ മൈനസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 10ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 10ൽ നിന്ന് 4 മൈനസ് ചെയ്യണം. 10ൽ നിന്ന് 4 മൈനസ് ചെയ്യണം. നമ്മൾ 1 to 10 നമ്പേഴ്സ് എഴുതി. ബാക്ക്വേർഡ് കൗണ്ടിങ് ആണ് മിസ് പറയുന്നത്, ഡയറക്റ്റ് സബ്ട്രാക്ഷൻ അല്ല. ബാക്ക്വേർഡ് കൗണ്ട് ചെയ്തിട്ട് എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാന്ന് മിസ് പറഞ്ഞു തരുന്നേ. വൺ 2 3 4 5 6 7 8 9 10. കാണുന്നുണ്ടോ എല്ലാവർക്കും? യെസ്. നമുക്ക് 10ൽ നിന്ന് 4 മൈനസ് ചെയ്യണം. ഒരു മിനിറ്റ്. അല്ലേ നമുക്ക് മൈനസ് ചെയ്യണ്ടേ? ലിസൺ, നമ്മൾ 10ൽ നിന്ന് 4 മൈനസ് ചെയ്യും. 4 മൈനസ് ചെയ്യാന്ന് വെച്ചാൽ 4 മീൻസ് 4 ones അല്ലെ? 4 ones നമുക്ക് മൈനസ് ചെയ്യണം. ഒരു 1 മൈനസ് ചെയ്താൽ നമ്മൾ എവിടെ എത്തും? 10ൽ നിന്ന് ഒരു 1 മൈനസ് ചെയ്താലേ 9ൽ എത്തി. 10ൽ നിന്ന് ഒരു 1 നമ്മൾ മൈനസ് ചെയ്തു, -1. അപ്പൊ 10 - 1 9. Again we minus 1. 9ൽ നിന്ന് again ഒരു 1 മൈനസ് ചെയ്തു. 9ൽ നിന്ന് ഒരു 1 കൂടി മൈനസ് ചെയ്തു. ഇപ്പൊ നമ്മൾ ടോട്ടൽ എത്ര 1 മൈനസ് ചെയ്തു? 2 ones മൈനസ് ചെയ്തു. ഇനി ഒരു 1 കൂടി മൈനസ് ചെയ്യാം. 8ൽ നിന്ന് ഒരു 1 കൂടി മൈനസ് ചെയ്തു. 8ൽ നിന്ന് ഒരു 1 കൂടി മൈനസ് ചെയ്ത് നമ്മൾ എവിടെ എത്തി? 7ൽ എത്തി. ഇപ്പൊ ടോട്ടൽ എത്ര 1 മൈനസ് ചെയ്തു? എത്ര 1 മൈനസ് ചെയ്തു? 3 ones മൈനസ് ചെയ്തു. ഇനി നമുക്ക് 4 ones അല്ലേ മൈനസ് ചെയ്യണ്ടേ? ഒരു 1 കൂടി മൈനസ് ചെയ്യണം. ഒരു 1 കൂടി മൈനസ് ചെയ്താൽ നമ്മൾ എവിടെ എത്തും? എവിടെ എത്തും? 7ൽ നിന്ന് ഒരു 1 കൂടി മൈനസ് ചെയ്താല് നമ്മള് 6ൽ എത്തി അല്ലേ? നമ്മൾ എന്താ ചെയ്തേ? ബാക്കിലേക്ക് കൗണ്ട് ചെയ്തു. 10ൽ നിന്ന് ബാക്കിലേക്ക് കൗണ്ട് ചെയ്തു. ബാക്കിലേക്ക് കൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ 10ൽ നിന്ന് ഓരോ 1 ആയിട്ട് മൈനസ് ചെയ്ത് വന്നു. നമ്മൾ സാധാരണ കൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? 1 2 3 4 5 6 അങ്ങനെ കൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ 1 + 1 ഓരോ നമ്പറിനോടും 1 ആഡ് ചെയ്ത് പോകുന്നതിനല്ലേ കൗണ്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്പറിൽ നിന്ന് ഓരോ നമ്പറിൽ നിന്നും 1 മൈനസ് ചെയ്ത് വരുന്നതിനാണ് ബാക്ക്വേർഡ് കൗണ്ടിങ് എന്ന് പറയുന്നത്. 10 9 8 7 6 5 4 3 2 1. ദാറ്റ് ഈസ് ബാക്ക്വേർഡ് കൗണ്ടിങ്. ഓക്കെ, അപ്പൊ നമ്മള് 10ൽ നിന്ന് 4 മൈനസ് ചെയ്യാൻ വേണ്ടി 4 ടൈംസ് നമ്മൾ ബാക്ക്വേർഡ് കൗണ്ട് ചെയ്തു. 10ൽ നിന്ന് ഫസ്റ്റ് ഒരു 1 മൈനസ് ചെയ്തു, 9ൽ എത്തി. 9ൽ നിന്ന് അഗൈൻ ഒരു 1 കൂടി മൈനസ് ചെയ്തു, 8ൽ എത്തി. അപ്പൊ നമ്മൾ ടോട്ടൽ 2 ones മൈനസ് ചെയ്തു. പിന്നെ നമ്മൾ ഒരു 1 കൂടി മൈനസ് ചെയ്തു, 3 ones മൈനസ് ചെയ്ത് 7ൽ എത്തി. ഇനി നമ്മൾ ഒരു 1 കൂടി മൈനസ് ചെയ്ത് 6ൽ എത്തി. ദാറ്റ് മീൻസ് 10ൽ നിന്ന് 4 മൈനസ് ചെയ്താല് നമുക്ക് എത്ര ആൻസർ കിട്ടുന്നേ? 10ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ we get 6 അല്ലേ? ദാറ്റ് മീൻസ് 10 - 4 is equal to 6.
മനസ്സിലായോ? മനസ്സിലായോ? ഇതേപോലെ നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സൈസ് 3.1 കണ്ടോ? 3.1 കണ്ടോ? കണ്ടോ? അതിൽ ആദ്യത്തെ 6 എണ്ണം ഒന്ന് ചെയ്ത് നോക്കിയേ. ബാക്ക്വേർഡ് കൗണ്ട് ചെയ്തിട്ട് ഒന്ന് ആദ്യത്തെ 6 എണ്ണം ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കിയേ. 19ൽ നിന്ന് 6 മൈനസ് ചെയ്യാം. 19ൽ നിന്ന് മിസ് പറഞ്ഞോ? 19ൽ നിന്ന് 6 മൈനസ് ചെയ്യാൻ? അല്ലാതെ മൈനസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയോ? എഴുതി മൈനസ് ചെയ്യാൻ അറിയോ? ഇതാ ഇതുപോലെ. വെയിറ്റ്, -19 മൈനസ് 6 ഇങ്ങനെ ചെയ്യാൻ അറിയോ? അറിയോ? ആദ്യം 9ൽ നിന്ന് 6 മൈനസ് ചെയ്യാ, എന്നിട്ട് പിന്നെ 1ൽ നിന്ന് 0 മൈനസ് ചെയ്യാ. പഠിച്ചിട്ടുണ്ടാവും സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അടക്കം പഠിക്കുന്നുണ്ട് മൈനസ് ചെയ്യാൻ. എനിവേ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സബ്ട്രാക്ട് ചെയ്യാം. എക്സൈസ് 3.1ലെ ആദ്യത്തെ 6 എണ്ണം ഒന്ന് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചേ. ബാക്ക്വേർഡ് കൗണ്ട് ചെയ്തിട്ടോ എഴുതി സബ്ട്രാക്ട് ചെയ്തിട്ടോ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. ചോയ്സ് ഈസ് യുവേഴ്സ്. ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ഫോർ ദി ഫസ്റ്റ് 6 ones in exercise 3.1. എന്തറിയൂ? ആൻസർ ഞാൻ പറയാം. 60 ഏതിനാ? ഇപ്പം ബോർഡിൽ എഴുതിയില്ലേ 60 മൈനസ് 11. അതിന്റെ ആൻസർ പറയാനേ. എത്രയാ പറഞ്ഞേ? 50. എത്രയായിരുന്നു ഞാൻ പറഞ്ഞേ? 19 മൈനസ് 6 അല്ലേ പറഞ്ഞേ? -6 ഞാൻ ഈ ബുക്കിലില്ലല്ലോ പറഞ്ഞത്. ബുക്കിലുള്ളതാണോ പറഞ്ഞേ? ഓക്കെ. 19 മൈനസ് 6 ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതേപോലെ നിങ്ങൾ ബാക്കിയുള്ളതും കൂടി ചെയ്തോ. 19 മൈനസ് 6 ചെയ്യുമ്പോൾ ഫസ്റ്റ് 9ൽ നിന്ന് 6 മൈനസ് ചെയ്യാം. 9ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ എത്രയാ? ഫിംഗേഴ്സ് വെച്ച് നോക്കിക്കോ. 9ൽ നിന്ന് 6 മൈനസ് ചെയ്യാം. 1 2 3 4 5 6 6 വിരൽസ് മടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. 1ൽ നിന്ന് ഇവിടെ 0 ആണ് ഉണ്ടാവുന്നത്. അപ്പൊ 1ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ 13. സോ 19 മൈനസ് 6 ഈസ് ഈക്വൽ ടു 13. ആദ്യത്തെ ആൻസർ കിട്ടിയല്ലോ. 13 കിട്ടിയില്ലേ? ഇതുപോലെ ബാക്കി 5 എണ്ണം കൂടി ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. ഇനി എന്നാ അടുത്ത 6 എണ്ണം കൂടി ചെയ്തേ. 12th വരെ. 7 8 9 10 11 12. Seven, 8, 9, 10, 11, 12. ട്വൽവ് വരെ ചെയ്തു കഴിഞ്ഞോ? യെസ്. അപ്പൊ ആൻസർ കാണിച്ചു തരട്ടെ? അലൻ ചെയ്തു കഴിഞ്ഞില്ലെന്ന് തോന്നല്ലോ. എയ്മി കഴിഞ്ഞോ മോളെ? യെസ്. ഹസ്ന ഫിനിഷ് ചെയ്തോ? യെസ്. ബെനീറ്റയ്ക്ക് എന്താ ഇന്ന് ഉഷാറില്ലാത്തെ?
സുഖമില്ലേ? എന്ത് പറ്റി? ഒന്നുമില്ല. എന്തോ ഒരു സുഖമില്ലാത്ത പോലെ ഉണ്ടല്ലോ. മിസ്സിന് തോന്നിയാണോ? എന്നാ ഓക്കെ, എന്നാല് മഴ ആയതുകൊണ്ടായിരിക്കും അല്ലേ? ആൻസർ കാണിച്ചു തരട്ടെ എന്നാലേ. ആ ഇവിടെ മഴയാ, നല്ല മഴയാ. ചെയ്ത് കഴിഞ്ഞില്ല എല്ലാരും? ടോഷിൻ, ആരോൺ, ഫവാസ് വീഡിയോ ഓൺ ചെയ്തേ. ഇതെന്താ ഓഫ് ചെയ്തിരിക്കുന്നേ? എന്തോ കള്ളത്തരം ഉള്ളതുകൊണ്ടാ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നത് അല്ലേ? ആരോൺ, കറണ്ട് ഇല്ലാത്തോണ്ടാണോ ഫവാസേ? സാരമില്ല, അങ്ങനെ കണ്ടാ മതി, എന്നാലും ഓഫ് ചെയ്തിരിക്കണ്ട. ഓക്കെ, എന്നാ എല്ലാരും നോക്കിക്കോ. ആൻസർ ഇതാ. 7th one, 27 minus 5 is equal to 22. Next 8th one, 45 minus 1 is equal to 44. 53 minus 12 is equal to 41. 35 minus 4 is equal to 31. 42 minus 11 is equal to 31. 66 minus 3 is equal to 63. Check ചെയ്തോ? (27 minus 5 is equal to 22. 45 minus 1 is equal to 44. 53 minus 12 is equal to 41. 35 minus 4 is equal to 31. 42 minus 11 is equal to 31. 66 minus 3 is equal to 63. കഴിഞ്ഞില്ലേ? ശരിയാണോ എല്ലാവർക്കും? നോക്കട്ടെ ആർക്കൊക്കെ ശരിയാണ്. ഇപ്പൊ ചെയ്ത 12 എണ്ണവും ശരിയാക്കിയവരൊന്ന് കൈവന്നിച്ചേ. ഷാനിനെ കാണുന്നില്ലല്ലോ, ഷാന്റെ കൈ മാത്രമേ കാണുന്നുള്ളൂ. ഷാൻ എവിടെ? എല്ലാവർക്കും എല്ലാം ശരിയായിട്ടുണ്ടല്ലേ? വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് സബ്ട്രാക്ഷൻ അറിയാം, എക്സ്ട്രാ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലെ? സബ്ട്രാക്ട് ചെയ്യാൻ അറിയാലോ? യെസ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തീർക്കാം ഈ ചാപ്റ്റർ, പെട്ടെന്ന് തീർക്കാൻ പറ്റും അറിയുന്നത് കൊണ്ട്. പക്ഷെ വലിയ നമ്പേഴ്സ് ഒക്കെ വരുമ്പോഴും വേർഡ് പ്രോബ്ലംസ് വരുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത് അല്ലെ? ചെറിയ നമ്പേഴ്സ് ഒക്കെ പെട്ടെന്ന് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ലേ? അപ്പോ നമ്മുടെ ടൈം ഏകദേശം തീരാറായേ. ആ എക്സസൈസ് 3.1 അടുത്ത 6 എണ്ണം ഇല്ലേ? 13, 14, 15, 16, 17, 18 അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തു വന്നാലും ഓക്കെ. അടുത്ത 6 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇന്ന് തന്നെ ചെയ്തോ, ഇന്ന് തന്നെ ചെയ്തിട്ട് മിസ്സിന് അയച്ചു തന്നാൽ മതി. ഹോംവർക്ക് ഒക്കെ ഇപ്പൊ കിട്ടുന്നത് കുറവാണല്ലോ. എന്ത് പറ്റി? എല്ലാവർക്കും മടി പിടിച്ചോ? എന്താ ജൂലിയൻ? ഞാനത് ചെയ്തോ? എന്നാ അതിന്റെ മാത്രം ഫോട്ടോ എടുത്തിട്ട് അയച്ചു തന്നാ മതി. അല്ല ഇത് പറ നിങ്ങള്, എന്താ ഹോംവർക്ക് ഒക്കെ കിട്ടുന്നത് കുറവാണല്ലോ, എല്ലാവരുടെ ഒന്നും കിട്ടുന്നില്ല, എന്ത് പറ്റി? കൃത്യമായിട്ട് അയച്ചു തരുന്ന കുറച്ച് പേരുണ്ട്, ബാക്കിയുള്ളവർക്ക് എന്താ മടിയാ? ആദ്യത്തെ ഉഷാറൊന്നും ഇല്ലല്ലോ ഹോംവർക്ക് ചെയ്യാൻ അല്ലേ? നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ മടിയുണ്ടെന്ന്? അങ്ങനെ ആവല്ലേ, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിട്ടല്ലേ ഹോംവർക്ക് ഒക്കെ തരുന്നേ. എല്ലാവരും കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്യണം കേട്ടോ. എന്താ ആവണിക്ക് എന്തോ പറയാനുണ്ട്? എന്താ മിസ് ഗ്രൂപ്പിൽ അയക്കണ്ട്?
ഗ്രൂപ്പിൽ അയക്കണ്ട, മിസ്സിനെ പേഴ്സണലായിട്ട് അയച്ചു തന്നാൽ മതി. ഓക്കെ, ഗ്രൂപ്പിൽ ഇടണ്ട കേട്ടോ, പേഴ്സണലായിട്ട് അയച്ചു തന്നാൽ മതി. എന്നാലേ മിസ്സിന് കറക്റ്റ് അറിയാൻ പറ്റും ആരൊക്കെ അയച്ചു തന്നു. ഗ്രൂപ്പിൽ തപ്പി കണ്ടുപിടിക്കണ്ടേ, കുറച്ച് ബുദ്ധിമുട്ടാ. നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിന്റെയും ഹോംവർക്ക് ആവുമ്പോ പേഴ്സണലായിട്ട് അയച്ചു തന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ അയച്ചു തരണേ. കേട്ടല്ലോ? എയ്മി എന്താ? പെട്ടെന്ന് പറ, സമയം കഴിയാറായി. എന്താ കേട്ടില്ല മോളെ? ടീച്ചറിന്റെ നമ്പർ തരാമോന്ന്? ഓ, എന്റെ നമ്പർ അറിയില്ലേ? ഇപ്പൊ തരാം. ഒരു മിനിറ്റ്, എന്റെ നമ്പർ ഇല്ലാത്തവർക്ക് എഴുതിയെടുത്തോ. 8113916120. മിസ്സിന്റെ നമ്പർ അറിയാത്തവർക്ക് എഴുതിയെടുത്തോട്ടോ. പിന്നെ അയക്കുമ്പോ നിങ്ങളുടെ പേര് വെക്കണേ. കുറെ പേരൊക്കെ നമ്പറൊക്കെ എന്റെ നമ്പറൊക്കെ സേവ് ഉണ്ട്, എന്നാലും എല്ലാരും പേര് വെക്കണേ കൂടെ. ഓക്കെ, നമ്പർ കിട്ടിയില്ലേ? അജ്സൽ അയച്ചു തരണേ ഹോംവർക്ക് ചെയ്തിട്ട്. നമ്പർ എഴുതിയെടുത്തല്ലോ. ഓക്കെ, എന്താ അലൻ? അലൻ എപ്പോഴും ഡൗട്ടാണല്ലോ, പറഞ്ഞോ. മിസ്, ഞാന് മിസ്സിന്റെ പേര് വെച്ചിട്ടാ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. ആണോ? ആരുടെ നമ്പറിലാ സേവ് ചെയ്ത്? അമ്മയുടെ അച്ഛന്റെ? അബ്രാഹം വി പി എന്നുള്ള നമ്പറില്. അബ്രാം വി പിയോ? അലൻ മാത്യു. അലൻ മാത്യുയുടെ നമ്പർ എന്റെ ഫോണിൽ സേവ് ആ. കുറച്ച് പേരുടെ നമ്പർ മാത്രമേ ഇല്ലാതെ ഉള്ളൂ, ബാക്കി എല്ലാവരുടെയും നമ്പർ എന്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ എന്നാലും എല്ലാവരും അയക്കുമ്പോ പേര് വെച്ചിട്ട് ഹോംവർക്ക് അയച്ചു തരണേ, പേഴ്സണലായിട്ട് അയച്ചോ. ഓക്കെ.